വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ പാഠഭാഗമായ മാജിക് ഓഫ് സെൻസസ് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? മാജിക് ഓഫ് സെൻസസ് എന്താണ്? സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെൻസ് അല്ലേ, അറിയാനുള്ള ഒരു ഓർഗൻസ് ഏതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മാജിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ഡോഗിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്സ്. എന്താണ്? ഒരു ചെറിയ സൗണ്ടിനെ പോലും എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഈഗിളാണ്. ഐ ക്യാൻ സീ ദ പ്രേ ഈവൻ ഫ്രം എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. ഒരുപാട് ദൂരെയുള്ള ഒരു ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ ബട്ടർഫ്ലൈ പറയാണ്, ഐ ക്യാൻ റെക്കഗ്നൈസ് ടേസ്റ്റ് യൂസിങ് മൈ ലെഗ്സ്. എൻ്റെ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബേർഡ് പറയാണ്, ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ഫൈൻഡസ്റ്റ് ഓഫ് സ്മെൽസ്. എന്താണ്? എനിക്ക് ചെറിയ സ്മെല്ല് പോലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ടേർട്ടിലാണ്, ഈവൻ ഇഫ് മൈ ബോഡി ഈസ് ഹാർഡ് ലൈക്ക് എ റോക്ക് ഐ വിൽ നോ വെറെവർ ടച്ച്ഡ്. ശരിക്കും എൻ്റെ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഹാർഡാണ്. പക്ഷേ എൻ്റെ ബോഡിയിൽ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. യു ഹാവ് റീഡ് വാട്ട് ഈച്ച് ക്രിയേച്ചർ ഹാസ് സെഡ് ഈവൻ ഡ്യൂ. ഇപ്പോൾ ഇവിടെ ഓരോ ജീവിയും പറയുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയല്ലേ. വാട്ട് ആർ ദ സ്പെഷ്യൽ എബിലിറ്റീസ് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ടു റെക്കഗ്നൈസ് ദെയർ സറൗണ്ടിങ്സ്. അപ്പോൾ ഇവരുടെ സറൗണ്ടിങ്സിൽ ഓരോ ജീവി, ഓരോ ക്രിയേച്ചേഴ്സിൻ്റെയും സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ ഒരു ടേബിൾ ഉണ്ട്. എക്സാമിൻ ദ ഇലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഈ ടേബിളാണ് നമുക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ക്രിയേച്ചറിൻ്റെ പേര്, ഓർഗന്, സ്പെഷ്യൽ എബിലിറ്റി എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈഗിളാണ്. ഈഗിളിന് ഐസ് ആണ് അതിൻ്റെ ഓർഗൻ. സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത് ഫാർ സൈറ്റ് ആണ്. നെക്സ്റ്റ് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ ലെഗ്സ് ആണ്. അതിൻ്റെ എബിലിറ്റി ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്രോക്കറ്റൈൽ ആണ്. ക്രോക്കറ്റൈൽ സ്കിന്ന്, ടച്ച്. ഡോഗിന് ഇയേഴ്സ്, നോസും ഹിയറിങ്ങും സ്മെല്ലുമാണ് അതിൻ്റെ എബിലിറ്റി. ഇനി അടുത്തത് ബേർഡ് ആണ്. ബേർഡിന് നോസ് ആണ്. ഫൈൻഡസ്റ്റ് സ്മെല്ല് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ഇനി these organs help the creatures to understand their surroundings through sight, touch, hearing, smell and taste. ഈ ക്രിയേച്ചേഴ്സിനൊക്കെ അവർക്ക് അവരുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവരുടെ കാഴ്ചയിലൂടെയും തൊടലിലൂടെയും കേൾവിയിലൂടെയും സ്മെല്ലിലൂടെയും ടേസ്റ്റിലൂടെയും ഒക്കെയാണല്ലേ. സിമിലർലി വിച്ച് ആർ ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്സ് us to understand our surroundings. നമ്മുടെ സറൗണ്ടിങ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെയാണ്? ഐസ് വെച്ചിട്ടാണ് നമ്മൾ സൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സ്കിന്ന് വെച്ചിട്ടാണ് നമുക്ക് ടച്ച് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇയേഴ്സ് വെച്ചിട്ടാണ് ഹിയറിംഗ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നോസ് വെച്ചിട്ട് സ്മെല്ല്, ടങ്ക് വെച്ചിട്ട് ടേസ്റ്റ്. ഓക്കെ. ഐസ്, സൈറ്റ്, സ്കിന്ന്, ടച്ച്, ഇയേഴ്സ്, ഹിയറിംഗ്, നോസ്, സ്മെല്ല്, ടങ്ക്, ടേസ്റ്റ്. ഓക്കെ. ഇനി എന്താണ് സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ? ക്രിയേച്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്സ്. ക്രിയേച്ചേഴ്സിന് അവരുടെ ഓർഗൻസ് വെച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദീസ് ഓർഗൻസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. അപ്പോൾ ഈ ഓർഗൻസിനെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ ആർ ദ സെൻസ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. അപ്പോൾ മനുഷ്യരുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് ഈ 5 ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക്, സ്കിന്ന്. ഇതൊക്കെയാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഹൂ വിൽ വിൻ? അടുത്തത് ഒരു ഗെയിമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഷാൽ വി കണ്ടക്ട് എ കോണ്ടസ്റ്റ്? ഒരു കോണ്ടസ്റ്റ് നമുക്ക് കണ്ടക്ട് ചെയ്ത് നോക്കാം. കീപ് എ ലോക്ക് ആൻഡ് സം കീസ് ഓൺ ദ ടേബിൾ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ലോക്കും കുറച്ച് കീസും അവിടെ വെക്കുക. ബ്ലൈൻഡ് ഫോർ ദോസ് ചിൽഡ്രൻ ഹു ആർ റെഡി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോണ്ടസ്റ്റ്. എന്നിട്ട് ആരാണ് ഈ കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ അവരെ വിളിക്കുക. ദ വിന്നർ ഈസ് ദ വൺ ഹു ഓപ്പൺ ദ ലോക്ക് വിത്തിൻ 30 സെക്കൻഡ്സ്. എന്നിട്ട് എന്താണ്? അവരെ ബ്ലൈൻഡ് ആക്കിയിട്ട് 30 സെക്കൻഡ് കൊണ്ട് ആർക്കാണോ ഈ ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അവരാണ് വിന്നർ എന്ന് പറയുന്നത്. ഡിഡ് എവ്രി വൺ ഹു ഹാസ് ബ്ലൈൻഡ് ഫോൾഡഡ് വിൻ ടു ഓപ്പൺ ദ ലോക്ക്? എല്ലാവർക്കും ഈ കണ്ണ് കെട്ടി എല്ലാവർക്കും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും. ഈസ് ഇറ്റ് ഈസി ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ദ ഹെൽപ്പിംഗ് ഓഫ് ദ ഐസ്. എന്താണ്? കണ്ണിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഡ്രോ ദ പിക്ചർ ഓഫ് ഐസ് ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ നിങ്ങളെടുത്ത് ഇതേപോലെ ഒരു കണ്ണിൻ്റെ ചിത്രം വരച്ചിട്ട് പെയിൻറ് ചെയ്യാനും പറയുന്നുണ്ട്.
വെൻ ദ പൊസിഷൻ ചേഞ്ചസ് എന്താണ് പൊസിഷന് കണ്ണിന്റെ സ്ഥാനം മാറുമ്പോഴുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ആർ ദ ഐസ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് സിമിലർ ടു അവർ ഓൺ ഐസ്? നമ്മുടെ കണ്ണ് പോലെ തന്നെയാണോ എല്ലാ ജീവികളുടെയും കണ്ണ്? അല്ല അല്ലേ. ലുക്ക് അറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ എല്ലാവരുടെയും കണ്ണ് നോക്കൂ, സെയിം ആണോ എന്ന്. ഇവിടെ ആടുണ്ട്, അതുപോലെ തന്നെ കടുവയുണ്ട്, കോഴിയുണ്ട്. എല്ലാവരുടെയും ഒരേപോലെയാണോ? അല്ല. ഹൗ ഡസ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഹെൽപ്പ് ദീസ് ക്രിയേച്ചേഴ്സ്? എങ്ങനെയാണ് ഇവർക്ക് ഈ കണ്ണൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ക്ലാസിഫൈ ക്രിയേച്ചേഴ്സ് ഇൻടു ഗ്രൂപ്പ്സ് ഓഫ് ദ ബേസിസ് ഓഫ് ദ പൊസിഷൻസ് ഓഫ് ദെയർ ഐസ്. കണ്ണിന്റെ പൊസിഷൻ അനുസരിച്ച് കൊണ്ട് നമുക്ക് ജീവികളെ എന്ത് ചെയ്യാമെന്ന് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്. ഹെഡിന്റെ ഫ്രണ്ടിലായിട്ട് ഐസ് ഉള്ളവർ ആരൊക്കെയാണ്? കാറ്റ്, ഔൾ, ഡോഗ്, ഈഗിൾ, ടൈഗർ. ഇതൊക്കെ ഇതേ സെയിം കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ, ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ഹെഡ്. ഹെഡിന്റെ സൈഡിലുള്ളവർ ആരൊക്കെയാണ്? റാബിറ്റ്, ഫിഷ്, ഡിയർ, ഹോഴ്സ്, പീജിയൻ. ഒന്നുകൂടെ പറയാം, റാബിറ്റ്, ഫിഷ്, ഡിയർ, ഹോഴ്സ്, പീജിയൻ. ഓക്കെ. Animals with eyes on the front of their heads are able to precisely understand the position and distance of the object. എന്താണ്? കണ്ണ് ഫ്രണ്ടിലുള്ളവർക്ക് എങ്ങനെയാണ് അവർക്ക് അവരുടെ മുൻവശത്തുള്ള ജീവികൾക്ക് അവരുടെ സ്ഥാനവും അകലവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവരെവിടെയാണ് നിൽക്കുന്നത്, അവരും പിന്നെന്താണ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാം. This peculiarity of animals like a tiger and lion helps them to catch their prey. അപ്പോൾ ഇങ്ങനെയാണ് കടുവ, സിംഹം തുടങ്ങിയ ജീവികൾക്ക് ഈ ഒരു പെക്കുലാരിറ്റി ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇരയെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നത്. Animals with eyes on the sides of their heads are able to see both the sides. ഇനി തലയുടെ രണ്ട് സൈഡിലായിട്ട് കണ്ണുള്ളവർക്കോ അവർക്ക് എന്താണ് രണ്ട് വശങ്ങളിലേക്കും രണ്ട് സൈഡിലേക്കും അവർക്ക് കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. The features helps animals like deer and rabbits to escape from their predators. എന്താണ്? അപ്പോൾ ഇങ്ങനെ മാനും മുയല് തുടങ്ങിയ ജീവികൾക്ക് ഇത്തരത്തിലുള്ള കണ്ണായതുകൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കളിൽ നിന്നും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാറ്റിനെ കുറിച്ചിട്ടാണ്. The pupil of cat's eye appears to constrict in the daylight and a delight to the maximum at night. പൂച്ചയുടെ കണ്ണിലെ ആ ഒരു കൃഷ്ണമണി എന്ന് പറയുന്നത് പകലിൽ ഡേ ടൈമിൽ വളരെ ചുരുങ്ങിയും നൈറ്റിൽ പരമാവധി ലാബറേറ്ററിയിൽ വികസിച്ചിട്ടുമാണ് കാണുന്നത്. ദിസ് ഹെൽപ്സ് ദ കാറ്റ് ടു സീ ഈവൻ ഇൻ ലോ ലൈറ്റ്. ഇതെന്താണ്? ലോ ലൈറ്റിൽ പോലും അവർക്ക് നന്നായിട്ട് കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എ കാറ്റ്സ് ഐ ആസ് എ ലെയർ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് സെൽ. അത് മാത്രമല്ല പൂച്ചയുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സെല്ലിന് ഒരു പാളി പോലെ ഉണ്ട്, ഒരു ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ ഷൈനിങ് ഓഫ് ദെയർ ഐസ് അറ്റ് നൈറ്റ്. അതുകൊണ്ടാണ് രാത്രി അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങിയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദ ഐസ് ഓഫ് മെനി ആനിമൽസ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ അറ്റ് നൈറ്റ് ഹാവ് ദിസ് ക്രിയേച്ചേഴ്സ്. അപ്പം ദിസ് ഫീച്ചേഴ്സ്. അപ്പം ഈ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള പല ഇര തേടുന്ന ജീവികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് തന്നെ അവരെ ഇരയെ കണ്ടുപിടിക്കാൻ വേണ്ടി രാത്രി സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഔൾ ആണ്. ദ ഔൾ ഹാസ് എ ലാർജ് ഐസ് ഡയറക്ട്ലി അറ്റ് ദ ഫ്രണ്ട് ഓഫ് ഇറ്റ്സ് ഹെഡ്. ഇവിടെ മൂങ്ങക്ക് എങ്ങനെയാണ്? തലയുടെ നേരെ മുൻഭാഗത്തായിട്ടാണ് വലിയ കണ്ണുകളാണുള്ളത്. ദ ഔൾ ഈസ് ഓൾസോ ഏബിൾ ടു സീ സൈറ്റ് ബിഹൈൻഡ് ഇറ്റ് ബൈ റൊട്ടേറ്റിംഗ് ഇറ്റ്സ് നെക്ക് ടു ദ ബാക്ക്. അപ്പോൾ ഈ ഔളിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ ആ ഒരു കഴുത്തിനെ പുറകോട്ട് നോക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് പുറകിലുള്ള കാഴ്ചകളും കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ചാമലിയോൺ ആണ്, അഥവാ മരയോന്താണ്. ദ ചാമലിയോൺ ക്യാൻ സൈമിൾട്ടേനിയസ്ലി മൂവ് ഇറ്റ്സ് ഐസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആൻഡ് സീ അറൗണ്ട് ഇറ്റ്. ഈ മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ പല ഡയറക്ഷനിലേക്ക് ചലിപ്പിക്കാനും അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനും കഴിയുന്നുണ്ട്. ഇനി അടുത്തത് ഐ ഡിസീസസിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. കോൺജക്റ്റീവ് സ്പ്രെഡിങ്. മെനി പീപ്പിൾ ഇൻ ദ സ്റ്റേറ്റ് ആർ സീക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ എ conjunctivitis. This disease is spread fast among children. Care should be taken not to test the object used by the patient as a communicable disease. മെഡിക്കൽ ഓഫീസർ. ഇവിടെ മെഡിക്കൽ ഓഫീസർ പറയുന്നതാണ് ചെങ്കണ്ണ് പടരുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേര് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വളരെ വേഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികളുമായിട്ട് സമ്പർക്കമോ കാര്യങ്ങളോ അവരുപയോഗിച്ച സാധനങ്ങൾ സ്പർശിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഹാവ് യു സീൻ ദ നോട്ടീസ് ഇഷ്യൂഡ് ബൈ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്ന ഒരു നോട്ടീസാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ.
ഇവിടെ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് എ കൺജക്റ്റീവ്സ്, ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെയിൻ ഇൻ ദ ഐ, എന്താണ് ഐ പെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെഡ്നെസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു റെഡ്നെസ് ഉണ്ടായിരിക്കും, ഇച്ചിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റെഡ്നെസ്, ഇച്ചിങ്, സ്വാലൻ ഐലിഡ്സ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് അതർ ഐ ഡിസീസ് ഡു യു നോ, ഏതൊക്കെ ഐ ഡിസീസ് ആണ് നിങ്ങൾക്ക് അറിയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് കാട്രാക്ട്, ഗ്ലൂക്കോമ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഐ ഡിസീസസ് ആണ് നമുക്ക് പറയാം. ലുക്ക് അറ്റ് ദ പിക്ചർ, ഇവിടെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്, ഒരു കുട്ടിയെ കൊണ്ട് ലെറ്റേഴ്സൊക്കെ വായിപ്പിക്കുന്ന പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഐ ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് ഇതേപോലെ ഒന്ന് വായിക്കാൻ വേണ്ടി തരാറുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ ലെറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഇൻ ദ ചാർട്ട് commonly used for testing eyesight. The letters are arranged in such a way that the size decreases from top to bottom. This was developed by Dutch ophthalmologist Herman Snellen in 1862. Okay, അപ്പോൾ ഡച്ചിലെ ഒരു കണ്ണ് ഡോക്ടർ ആയിട്ടുള്ള ഹെർമൻ സ്നെല്ലനാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിലെന്താണ്, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ലെറ്റേഴ്സ് ആയിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ വിഷ്വലി ചലഞ്ചർ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഹൗ ഡു വിഷ്വലി ചലഞ്ചർ ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്. ഇപ്പോൾ ചില ആളുകൾക്ക് എന്താണ് കാഴ്ചക്കൊക്കെ വെല്ലുവിളി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ സറൗണ്ടിങ്സിനൊക്കെ മനസ്സിലാക്കുന്നത്. എക്സാമിൻ ദ ഡിഫറെൻറ്റ് കറൻസി നോട്ട്, അങ്ങനെ എന്താണ് വ്യത്യസ്ത കറൻസി നോട്ടുകൾ നമ്മൾ പരിശോധിക്കുക. അപ്പോൾ അവയെല്ലാം എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വിച്ച് ഫീച്ചേഴ്സ് ഹെൽപ്പ് ദ വിഷ്വലി ചലഞ്ചർ ഇൻഡിവിജ്വൽസ് ടു റെക്കഗ്നൈസ് ദ കറൻസി നോട്ട്, പ്രിപ്പയർ ചെയ്യാൻ ഷോർട്ട് നോട്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അവർ ആ ഒരു നോട്ട് മനസ്സിലാക്കിയെടുക്കുന്നത്, അവരെങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് എന്താണ് കറൻസി ബേസിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ഇവിടെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സീറ്റ് നമ്പർ ഇൻ എ ട്രെയിനിലെ സീറ്റ് നമ്പർ ആണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ടൈറ്റിൽ ഓഫ് ദ ഫുഡ് ബാത്ത് ആണ്, ഫുഡ് ബാത്തിലെ ടൈറ്റിലാണ്. അവിടെ ആ ഒരു സീറ്റ് നമ്പറിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ കുത്തിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിങ്ങനെ തൊട്ട് നോക്കുമ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ ഒരു ഫുഡ് ബാത്തിലെ ടൈല് അവർക്ക് എന്താണ് അവരുടെ വടി കൊണ്ടോ മറ്റോ ടച്ച് ചെയ്താലും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഹൗ ഡു ദേ ബെനിഫിറ്റ് വിഷ്വലി ചലഞ്ചർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് എങ്ങനെയൊക്കെയാണ് പ്രത്യേകത ഉള്ളത്, എങ്ങനെയൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നത് എന്നതാണ്. വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ദ ഡിവൈസസ് ലൈക്ക് എ മൊബൈൽ ഫോൺ, വാച്ചസ്, കമ്പ്യൂട്ടേഴ്സ് എക്സെട്ര ഹെൽപ്പ് ദം. അതുപോലെ തന്നെ ഇവരെ സഹായിക്കാൻ എന്തൊക്കെ ഉപകരണങ്ങളാണുള്ളത്, മൊബൈൽ ഫോണ്, വാച്ച്, കമ്പ്യൂട്ടർ തുടങ്ങിയവയിൽ എന്തൊക്കെയാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണുള്ളത്, സ്മാർട്ട് കെയിൻ ആൻഡ് ദ ഡിജിറ്റൽ പാരലൽ slate are example for the changes in these systems due to the development in technology. അപ്പോൾ ഇത്ര ടെക്നോളജിയുമായിട്ട് വളർച്ച ഉണ്ടായ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒന്നാണ് സ്മാർട്ട് കെയിന്, മറ്റൊന്ന് ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്മാർട്ട് കെയിന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ എന്താണ് അതിൽ ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇനി അടുത്തത് സീ ദ പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ബ്രൗഷർ. ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു ബ്രൗഷറിലുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ജസ്റ്റ് ടേക്ക് കെയർ, സീ ഫോർ എ ലോങ് ടൈം. എന്താണ്, സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈം ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഡു നോട്ട് റബ് ദ ഐസ്. എന്താണ്, നിങ്ങളുടെ കണ്ണുകളെ റബ്ബ് ചെയ്യരുത്. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലൊന്നും നിങ്ങൾ ടച്ച് ചെയ്യരുത്. ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ എ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ ഒരിക്കലും നിങ്ങൾ ടെലിവിഷൻ കാണരുത്. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് നേരം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കരുത്. ഡു നോട്ട് യൂസ് ദ ഹാൻഡ്കർച്ചീഫ്സ് യൂസ്ഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ ഉപയോഗിച്ചുള്ള ഹാൻഡ്കർച്ചീഫ് ഒന്നും ഉപയോഗിക്കരുത്. റീഡ് ഇൻ എ വെൽ ഇറ്റ് പ്ലേസ്. എന്താണ്, നല്ല ആവശ്യത്തിന് വെളിച്ചമുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് വായിക്കണം. ഗെറ്റ് ദ ഐസ് ടെസ്റ്റഡ് എ പീരിയോഡിക്കലി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ലീഫി ആൻഡ് അതർ വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യമൊക്കെ നമുക്ക് ഒരുവിധം സംരക്ഷിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്.
ദെൻ ഡു യു ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ്? നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യണം. വാട്ട് ഹെൽത്ത് ഹാബിറ്റ്സ് ഷുഡ് യു ഫോളോ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഐസ്? കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. എന്താണ്? കേട്ടിട്ട് മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? അതുമായി ബന്ധപ്പെട്ട ഒരു ഗെയിമാണ് കുട്ടികൾ നടത്തുന്നത്. ഹൗ ഡസ് ദ ബ്ലൈൻഡ് ഫോൾഡഡ് ചൈൽഡ് ഇൻ ദ പിക്ചർ അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ഓഫ് ഹെർ ഫ്രണ്ട്സ്? ഇവിടെ ഈ കണ്ണ് കാണാത്ത കുട്ടി, കണ്ണ് കെട്ടിയ കുട്ടി എങ്ങനെയായിരിക്കും കൂട്ടുകാരുടെ സ്ഥാനം മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? അവരുടെ സൗണ്ട് വെച്ചിട്ട് മനസ്സിലാക്കും അല്ലേ? അവരുടെ കാലിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സാധിക്കും. വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അവർ സറൗണ്ടിങ്സ് ക്ലിയർലി വെൻ ഹിയറിംഗ് കമ്പൈൻസ് വിത്ത് സൈറ്റ്. കാണുകയും കേൾക്കുകയും കൂടെ ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു സറൗണ്ടിങ്സിനെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഡു വി ഗിവ് ഇനഫ് കെയർ ടു പ്രൊട്ടക്ട് ദ ഇയർ, ദ ഓർഗൻ ദാറ്റ് ഹെൽപ്സ് അസ് ടു ഹിയർ? എന്താണ്? നമുക്ക് കേൾക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ഏത് സെൻസ് ഓർഗനാണ്? നമ്മുടെ ഇയർ ആണല്ലേ, ചെവി വെച്ചിട്ടാണ്. അപ്പോൾ അത് സംരക്ഷിക്കാൻ നിങ്ങൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കൊച്ചു പറയാണ്, എന്താണ്? എനിക്ക് ചെവി വേദനിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയാണ്, കം ലെറ്റ് ഗോ ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാമെന്ന് പറയാണ്. അപ്പോൾ മുത്തച്ഛൻ പറയാണ്, ഹീറ്റ് സം ഓയിൽ ആൻഡ് പൗർ ഇറ്റ് ഇൻ ടു ദ ഇയർ. എന്താണ്? കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ചെവിയിൽ ഒഴിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് അഡ്വൈസ് കറക്റ്റ്? ഗ്രാൻഡ് ഫാദർ പറയുന്നത് ശരിയാണോ? ഇല്ല, നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, don't follow treatment methods without scientific basis when we can access the service of healthcare professions directly or over phone. എന്താണ്? ഇത്തരത്തിൽ സയൻറ്റിഫിക് ബേസിസ് ഇല്ലാത്ത ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോകണം, അല്ലെങ്കിൽ ഫോണിലൂടെയും നമ്മൾ ബന്ധപ്പെടണം. യൂസ് മെഡിസിൻസ് ഇൻ ദ ഇയർ ഓൺലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷൻസ്. അപ്പോൾ ഇവരുടെ ഇൻസ്ട്രക്ഷനോട് കൂടി മാത്രമേ നമ്മൾ എന്താ ചെയ്യാൻ പാടുള്ളൂ? ചെവിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡേഞ്ചറസ്. സെൽഫായിട്ട് നമ്മളൊന്നും ചെയ്യരുത്, അത് ഭയങ്കര ഡേഞ്ചറാണ്. ദിസ് ക്യാൻ ലീഡ് ടു ലോസ് ഓഫ് എ ഹിയർ. നമ്മുടെ കേൾവി തന്നെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും. ഡു യു നോ ദാറ്റ് വാട്ടർ ഗെറ്റിംഗ് ഇൻസൈഡ് ദ ഇയർ ക്യാൻ കോസ് ഇഞ്ചുറി ഓർ ഇൻഫെക്ഷൻ ടു ദ ഇയർ? നമ്മുടെ ചെവിയിലൊക്കെ വെള്ളം കയറുമ്പോൾ എന്താണ്? നമുക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയുമോ? ദിസ് മേ ലെഡ് ടു ഇയർ ആക്ക് ആൻഡ് ഈവൻ ലോസ് ഓഫ് ഹിയറിംഗ്. ഇത് നമുക്ക് എന്താണ്? ചെവി വേദനയും അതുപോലെ തന്നെ ചിലപ്പോൾ കേൾവി തന്നെ നഷ്ടപ്പെടാനും കാരണമായേക്കാം. വാട്ട് ഷുഡ് വി ബി കെയർഫുൾ അബൌട്ട് ടു അവോയ്ഡ് സച്ച് പ്രോബ്ലംസ്? അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് പുട്ട് എനി ഒബ്ജക്റ്റ് സച്ച് ആസ് പെൻസിൽ, പെൻ, മാത്ത് സ്റ്റിക്ക്, സേഫ്റ്റി പിൻ എക്സെട്ര ഇൻ ടു ദ ഇയർ. അപ്പോൾ നമ്മൾ നമ്മുടെ ചെവിയിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇടാൻ വേണ്ടി പാടില്ല. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ഡോണ്ട് ബ്ലോ ഓൺ ദ ഇയർ. ഓക്കെ, ഡോണ്ട് സ്വിം ആൻഡ് എ ബാത്ത് ഇൻ പ്യുവർ വാട്ടർ. ഡോണ്ട് pour any liquids like salt water or oil to the ear. ഓക്കെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെവിയെ ഒരുവിധമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത നമുക്ക് ഹിയറിംഗ് എയ്ഡ്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ലോസ് ഓഫ് ഹിയറിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു മെനി റീസൺസ്. ചിലപ്പോൾ നമുക്ക് കേൾവി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഹിയറിംഗ് എയ്ഡ്സ് ആർ ഡിവൈസസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലംസിനെ ഒക്കെ ഒരുവിധം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എ വൈഡ് വെറൈറ്റി ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആർ അവൈലബിൾ നൗ വിത്ത് എ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ടു ഇൻക്രീസ് സൗണ്ട് വോളിയം ആൻഡ് ക്ലാരിറ്റി. അപ്പോൾ ഇന്ന് എന്താണ്? ഒരുപാട് എയ്ഡ്സ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ സൗണ്ടിൻ്റെ ആ ഒരു ക്ലാരിറ്റിയെയും വോളിയത്തിനെയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ കോഹ്ലിയർ ഇംപ്ലാന്റ് സർജറിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് കൂട്ടുകാർ വായിച്ചു നോക്കാം. ഇനി അടുത്തത് റെക്കഗ്നൈസിങ് ദ സ്മെൽ. അപ്പോൾ നമ്മളിപ്പോൾ ഐനെ കുറിച്ചിട്ട് പഠിച്ചു, ഇയറിനെ കുറിച്ചിട്ട് നോക്കി. അടുത്തതായിട്ട് നമ്മൾ സ്മെല്ലാണ്, അടുത്ത ഓർഗനാണ് സ്മെൽ അറിയാനുള്ള ഓർഗൻ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ പിക്ചർ നോക്കൂ. ഐ എം നോട്ട് ഏബിൾ ടു സ്മെൽ ബിക്കോസ് ഐ ഹാവ് എ കോൾഡ്. ഒരു പെൺകുട്ടി പറയാണ്, എനിക്കൊന്നും സ്മെൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ്? എനിക്ക് കോൾഡ് ആണ് എന്ന് പറയാണ്. വാവ്, സാവറി സ്മെൽ, എന്താണ്? നല്ല സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറയാണ്. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോസ് ഓഫ് സ്മെൽ വെൻ യു ഹാവ് എ കോൾഡ്? നിങ്ങൾക്ക് കോൾഡ് ആയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്മെല്ല് അറിയാതിരിക്കുന്നത്? പറയുന്നുണ്ട് ഇതിൽ എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ദ റീസൺ ഫോർ ദിസ് ദ സെക്രീഷൻ ഇൻ ദ നോസ്. എന്താണ്? നമ്മുടെ നോസിന് എന്തുണ്ട്? നോസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സ്രവങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ
The function of the secretion is the move to dust particles and pathogens getting inside the nose. അപ്പോൾ നമ്മുടെ മൂക്കിലെത്തുന്ന ഇത്തരത്തിലുള്ള ഡസ്റ്റുകളും അതുപോലെ തന്നെ പാത്തോജൻസും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്രീഷൻ, ഈ ഒരു സ്രവം നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ദ കോൾഡ് ഈസ് എ കണ്ടീഷൻ വെൻ സെക്രേഷൻ ഈസ് പ്രൊഡ്യൂസഡ് ഇൻ എക്സസ്. അപ്പോൾ ഈ ഒരു കോൾഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്രവം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. വെൻ ദർ ഇസ് എ വൈറസ് ഇൻഫെക്ഷൻ, അതിൻ്റെ കൂടെ വൈറസ് ഇൻഫെക്ഷനും ഉണ്ടാവുന്നു. വെൻ ദ secretion is produced in excess, the odor particles will not reach the cells that help to recognize the smell. അപ്പോൾ എന്താണ് ഇവിടെ ആ ഒരു സ്രവം കൂടുതലായിട്ടുണ്ടാകുമ്പോൾ അവിടുത്തെ സെല്ലിലേക്ക് ഈ ഒരു സ്മെല്ലിൻ്റെ ഓർഡേഴ്സ്, അതിൻ്റെ പാർട്ടിക്കിൾസ് ഒന്നും ഉള്ളിലേക്ക് എത്തില്ല. അതുകൊണ്ട് എന്താണ്, ദാറ്റ്സ് വൈ വി ഡോണ്ട് റെക്കഗ്നൈസ് സ്മെൽസ്. അതുകൊണ്ട് നമുക്ക് സ്മെല്ലൊന്നും അറിയാൻ വേണ്ടി പറ്റില്ല. ദ സ്മെൽ ഓൾസോ ഹെൽപ്പ് ഇൻ എ അണ്ടർസ്റ്റാൻഡിങ് ദ സറൗണ്ടിങ്സ് ലൈക്ക് സൈറ്റ് ആൻഡ് ഹിയറിംഗ്. ചുറ്റുപാടിനെ കാണാനും കാഴ്ചയും കേൾവിയും പോലെ ഈ സ്മെല്ല് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണോ എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് യുവർ ഒപ്പീനിയൻ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾക്ക് സയൻസ് ഡയറിയിൽ എഴുതാം. We need the nose not just to smell but also to breathe, don't we? അപ്പം മണം അറിയാൻ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂക്ക് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണ്, ശ്വസിക്കാനും ആവശ്യമാണ്. വാട്ട് ഷുഡ് ബി കെയർഫുൾ ഓഫ് ടു പ്രൊട്ടക്ട് ദ നോസ്. അപ്പം നോസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഡോണ്ട് പുട്ട് എനി ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ നോസ്. നോസിൻ്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇടരുത്. ഡോണ്ട് ബ്ലോ ഇൻ യുവർ നോസ് ഫോഴ്സ്ഫുള്ളി. അതുപോലെ തന്നെ മൂക്ക് ശക്തിയായിട്ട് നമ്മൾ ചീറ്റരുത്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കൂട്ടുകാരെ, നോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡോണ്ട് ബാത്ത് ഇൻ പ്യുവർ വാട്ടർ. ഓക്കെ, ഇംപ്യുവർ വാട്ടർ, നമ്മൾ ചീത്ത വെള്ളത്തിലൊന്നും കുളിക്കരുത്. Secretion particles from the nose and mouth are likely to fall on other people's bodies while we sneezing or cough. അപ്പോൾ നമ്മൾ സ്നീസ് ചെയ്യുമ്പോഴും കഫ് ചെയ്യുമ്പോഴൊക്കെ എന്താണ്, നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സെക്രീഷൻ പാർട്ടിക്കിൾസ് പുറത്ത് വരും. അപ്പോൾ വാട്ട് ഷുഡ് ബി ഡൺ ടു അവോയ്ഡ് ദിസ്? അത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് എ ക്ലീൻ ഹാൻഡ് നല്ല ഹാൻഡ് കർച്ചീഫ് കൊണ്ട് നമ്മൾ മൂക്കും വായും എപ്പോഴും കവർ ചെയ്യണം. ഡോണ്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ ഉപയോഗിച്ച ഹാൻഡ് കർച്ചീഫ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? യൂസ് ചെയ്യാം മാസ്ക്, നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, വാവ് സച്ച് എ ഗ്രേറ്റ് ടേസ്റ്റ്. എന്താണ്, നല്ല ടേസ്റ്റിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്, ഒരു സദ്യ തന്നെ തന്നിട്ടുണ്ട്. ഡിഡ് യു സീ ദ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ ദ പിക്ചർ? ഡു ദേ ഓൾ ടേസ്റ്റ് ദ സെയിം? ഇവിടെ ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്, അതിൽ എല്ലാ സാധനങ്ങളുടെയും ടേസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല, ഡിഫറെൻ്റ് ആണല്ലേ. When is it possible to sense the true taste of food? When it is well chewed or not? നമ്മൾ നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ നമുക്ക് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്? ആണല്ലേ, ഒരുവിധമുള്ള സാധനങ്ങളുടെ ഒക്കെ ടേസ്റ്റ് നമുക്ക് അപ്പോഴാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. We sense taste when it is dissolved in saliva and is സ്റ്റിമുലേറ്റ്സ് വിത്ത് ടേസ്റ്റ് ബഡ്. നമ്മൾ ടേസ്റ്റ് ബഡുമായിട്ടും അതുപോലെ തന്നെ നമ്മൾ സലൈവയുമായിട്ട് ഇത് ഡിസോൾവ് ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ലിസ്റ്റ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ് യു കൺസ്യൂം ഇൻ എ ഡേ. ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഏതൊക്കെയാണ്, അതിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിവിടെ ലൈം പിക്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സവറാണ്. അതുപോലെ തന്നെ റൈപ്പ് മാംഗോയുടെ സ്വീറ്റ് ആണ്. അടുത്തത് ബിറ്റർ കോഡ് കറിയുടെ എന്താണ്, ബിറ്ററാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും 2-3 എഴുതിയിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടെ എഴുതാം. Then, does the tongue help only in tasting? നമ്മുടെ ടങ് ഉപയോഗിക്കുന്നത് നമ്മൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണോ? വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ദ ടങ്? ടങ്ങിൻ്റെ ബാക്കി എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ടങ് ചെയ്യുന്നത്? ടോക്കിങ്ങിന് വേണം, പിന്നെയോ ടെസ്റ്റിങ്ങിന് വേണം. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ സ്വാലോയിങ്ങിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ടങ്? ടങ് ഹെൽത്തി നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഡോണ്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ്. നമ്മൾ നല്ല തണുത്തതോ നല്ല ചൂടുള്ളതോ ആയിട്ടുള്ള ഭക്ഷണമൊന്നും നമുക്ക് കഴിക്കരുത്. ഡോണ്ട് ഫോഴ്സ്ഫുള്ളി ക്ലീൻ ദ ടങ് വിത്ത് എ ടങ് ക്ലീനർ. ടങ് ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫോഴ്സ് ആയിട്ട് നമ്മൾ ഒരിക്കലും ടങ് ക്ലീൻ ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് ടച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. ഓക്കെ,
എന്നിട്ട് നിങ്ങൾക്ക് അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് തൊട്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് നിങ്ങൾ അവിടെ നോക്കേണ്ടത്. അഥവാ സ്കിൻ എന്നുള്ള അടുത്ത ഓർഗൻസിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ദ സ്കിൻ ഈസ് ദ ഓർഗൻ ദാറ്റ് ഹെൽപ്സ് അസ് ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് ബൈ ടച്ച്. നമുക്ക് തൊട്ട മനസ്സിലാകുന്ന വസ്തുക്കളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നൽകുന്നത് നമ്മുടെ സ്കിന്നാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് അസ് ടു ഫീൽ എ സെൻസേഷൻ ലൈക്ക് ഹോട്ട് ആൻഡ് കോൾഡ്. അതുപോലെ തന്നെ ചൂടും തണുപ്പൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് സ്കിന്ന് ആവശ്യമാണ്. ഇറ്റ് കവേഴ്സ് ദ പ്രൊട്ടക്ട് അവർ ബോഡി. ഇത് നമ്മുടെ ബോഡിയെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ്. ദ സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ തന്നെയാണ്. ഇറ്റ് പ്രിവെന്റ് പാത്തോജൻസ് ഫ്രം എൻറ്ററിങ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിലുള്ള പാത്തോജൻസ് ഒക്കെ, രോഗാണുക്കളൊക്കെ ശരീരത്തിൽ പ്രവേശിക്കാതെ നോക്കുന്നതും ഇത് തന്നെയാണ്. ദ സ്കിൻ ഹാസ് എ റോൾ ഇൻ എ കൺട്രോളിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് ഇലുമിനേറ്റിംഗ് വേസ്റ്റ് ത്രൂ സ്വെറ്റ്. എന്താണ്, വിയർപ്പിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത മാലിന്യങ്ങളൊക്കെ പുറന്തള്ളുന്നതും ഈ ഒരു സ്കിൻ തന്നെയാണ്. ഇനി പ്രൊട്ടക്റ്റിംഗ് ദ സ്കിൻ, എങ്ങനെയാണ് നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? വി ഷുഡ് കീപ് ദ സ്കിൻ ക്ലീൻ. എപ്പോഴും സ്കിന്ന് ക്ലീൻ ആക്കി വെക്കണം. വി ഷുഡ് ഡ്രിങ്ക് എ സഫിഷ്യൻറ്റ് വാട്ടർ. എപ്പോഴും ആവശ്യത്തിന് വെള്ളം കുടിക്കണം. വി ഷുഡ് ഇൻക്ലൂഡ് എ ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ഡയറ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ. നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ള ഇലക്കറികളും പഴങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തണം. ഓക്കെ, let us conduct an interview with the healthcare professionals to know more about the functioning and the protection of sense organs. Prepare a questionnaire by including all your doubts. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു ഹെൽത്ത് കെയറിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചോദിക്കാം, 1-2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. ഒന്ന്, വാട്ട് ആർ സം ജനറൽ ടിപ്സ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ഓഫ് അവർ സെൻസ് ഓർഗൻസ്. നമ്മുടെ സെൻസ് ഓർഗൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് ടിപ്സ് പറഞ്ഞു പറയാം. വാട്ട് ആർ ദ സം കോമൺ കോസസ് ഓഫ് ലോസ് ഓഫ് സ്മെൽ ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ബി ട്രീറ്റഡ്. നമുക്ക് സ്മെല്ലൊക്കെ പോകുന്ന സമയത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഹൗ ക്യാൻ വി പ്രൊട്ടക്റ്റ് അവർ സ്കിൻ ഫ്രം ഡാമേജ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്സ് ഹെൽത്ത്. നമ്മൾ ഹെൽത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഡാമേജ് ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിലെ ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനമാണ് നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള ഡൈവേഴ്സ് ഓർഗാനിസംസ് എന്ന ചാപ്റ്ററും കൂടെ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.